കഴിഞ്ഞ വീഡിയോയിൽ പേജ് നമ്പർ 130 ഇല്ലുസ്ട്രേഷൻ 4 ആണ് നോക്കിയത്. അതിൽ വന്നിട്ട് എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡിൻ്റെ കയ്യിൽ നിന്നും ഷെയർസ് വൈ ലിമിറ്റഡിനെ അക്വയർ ചെയ്യുന്നു. അപ്പോൾ അതിന് കൺസിഡറേഷനായിട്ട് കൊടുക്കുന്നത് എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡിലെ ഓരോ 3 ഷെയറിനും ഒരു ഷെയർ വെച്ച് 10 രൂപയുടെ ഒരു ഷെയർ വെച്ചിട്ടാണ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. എക്സ് ലിമിറ്റഡിൻ്റെ കോട്ടഡ് ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് 24 ആണെന്നും പറഞ്ഞു. വൈ ലിമിറ്റഡിൻ്റെ ഷെയർസ് 10,000 ആണുള്ളത്, ഓഫ് ₹10 ഈച്ച്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വൈ ലിമിറ്റഡിൻ്റെ ഓരോ 3 ഷെയർസിനും എക്സ് ലിമിറ്റഡിൻ്റെ ഒരു ഷെയർ കൊടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൈ ലിമിറ്റഡിൻ്റെ ഷെയർസ് മൊത്തമുള്ളത് 10,000 ആണ്. ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. അപ്പോൾ എത്ര ഷെയർസ് ഉണ്ടെന്ന് കിട്ടും. അപ്പോൾ 4 3s 1/3 ഇത്രയും ഷെയർസാണ് നമുക്ക് കിട്ടുക. ഇത്രയും ഷെയർസാണ് വൈ ലിമിറ്റഡിലുള്ളതായിട്ട് കിട്ടുക. അപ്പോൾ ഈ വൈ ലിമിറ്റഡിലുള്ള ഇത്രയും ഷെയർസിന് ഈ എക്സ് ലിമിറ്റഡ് കൊടുക്കുന്ന പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഓരോ 3 ഷെയർസിനും ഒരു ഷെയർ വെച്ച് കൊടുക്കുകയും ചെയ്യും. ആൻഡ് അതിൻ്റെ ഷെയർ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 24 രൂപയാണെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രാക്ഷൻ ഷെയർസിലാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഹോൾ നമ്പർ ഷെയർസിന് ഷെയറായിട്ടും, ഹോൾ നമ്പർ ആണെങ്കിൽ അതിന് ഷെയറായിട്ടും, ബാക്കിയുള്ള ഫ്രാക്ഷന് നമ്മൾ ക്യാഷ് ആയിട്ടുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈ 4 3s നമ്മൾ കൊടുക്കുന്നത് ഷെയർസായിട്ടായിരിക്കും ആര് കൊടുക്കുന്നുണ്ടാവുക, നമ്മുടെ എക്സ് ലിമിറ്റഡ് കൊടുക്കുന്നുണ്ടാവുക. പിന്നെ ഈ 1/3 എന്നുള്ള ഫ്രാക്ഷൻ ഷെയർസിന് കൊടുക്കുന്നത് ക്യാഷ് ആയിട്ടായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. In this case, X Limited will give 3,333 shares and cash equivalent to market value of 1/3. അപ്പോൾ ഈ 3,333 ഷെയർസിന് നമ്മുടെ ഫേസ് വാല്യൂ പ്രകാരമുള്ള എമൗണ്ടും, ഫേസ് വാല്യൂ 10 രൂപയാണ്, അതുകൊണ്ട് ഫേസ് വാല്യൂ പ്രകാരമുള്ള എമൗണ്ടും, പിന്നെ ഈ പറയുന്ന ഈ 1/3 എന്നുള്ള ഫ്രാക്ഷൻ പോർഷന് മാർക്കറ്റ് വാല്യൂ, അതായത് കോട്ടഡ് പ്രൈസ് ഉണ്ടെങ്കിൽ ഇതാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു തിയറിയിൽ. അപ്പോൾ 24 രൂപയും 1/3 × 24 8 രൂപയും, അങ്ങനെ ഇത്രയും രൂപയാണ് ഇവിടെ എടുക്കേണ്ടത്. ഇവിടെ ഒരു 3ൻ്റെ കുറവുണ്ട്, അത് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഇത്രയും എമൗണ്ടാണ് ടോട്ടൽ കൺസിഡറേഷനായിട്ട് ഫ്രാക്ഷൻ ഷെയർ മെത്തേഡ് പ്രകാരം വരുന്നത്. അടുത്തത് അക്കൗണ്ടിങ് സ്റ്റെപ്സ് ഇൻ ദ ബുക്സ് ഓഫ് ദ അക്വയറി കമ്പനി. ഇനി അക്വയറി കമ്പനിയെ അക്വയറർ കമ്പനി ഏറ്റെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്വയറി കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റെപ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ചെയ്യേണ്ടത് പ്രിപ്പയർ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ കമ്പനീസ് ഓൺ ദ ഡേറ്റ് ഓഫ് ലിക്വിഡേഷൻ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ലിക്വിഡേഷൻ ചെയ്യുന്ന സമയത്ത് 2 കമ്പനീസ് ഇല്ലാതാവുകയാണ്. അപ്പോൾ ഈ ലിക്വിഡേഷൻ സമയത്ത് ഒരു കമ്പനി മറ്റൊരു കമ്പനി അക്വയർ ചെയ്യുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ 2 കമ്പനീസിൻ്റെയും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് ഓപ്പൺ എ റിയലൈസേഷൻ അക്കൗണ്ട് ആൻഡ് ട്രാൻസ്ഫർ ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എക്സ്ക്ലൂഡിങ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഒരു റിയലൈസേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് എല്ലാ അസറ്റും എല്ലാ ലയബിലിറ്റീസും, അതായത് അക്വയർ ചെയ്തിട്ടുള്ള എല്ലാ അസറ്റും എല്ലാ ലയബിലിറ്റീസും, അസറ്റ് എടുക്കുന്ന സമയത്ത് ഫിക്റ്റീഷ്യസ് അസറ്റ് ലൈക്ക് പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, ഇപ്പോൾ ആനുവൽ അക്കൗണ്ട്, ഡെബിറ്റ് ബാലൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, ഫിക്റ്റീഷ്യസ് അസറ്റുകളൊന്നും എടുക്കാതെ മറ്റെല്ലാ അസറ്റും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ കാൽക്കുലേറ്റ് കൺസിഡറേഷൻ കാൽക്കുലേഷൻ ചെയ്യുക. ഈ കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ മുൻപ് യൂസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് പ്രകാരമായിരിക്കും. ദെൻ ക്രെഡിറ്റ് റിയലൈസേഷൻ അക്കൗണ്ട് വിത്ത് കൺസിഡറേഷൻ. ദെൻ ക്രെഡിറ്റ് റിയലൈസേഷൻ അക്കൗണ്ട് വിത്ത് കൺസിഡറേഷൻ, അതായത് റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. എന്തുകൊണ്ട്? കൺസിഡറേഷൻ, അതായത് കൺസിഡറേഷൻ എമൗണ്ട് റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. അതായത് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ
സാധാ ലെഡ്ജർ അക്കൗണ്ട് തന്നെയാണ് റിയലൈസേഷൻ അക്കൗണ്ട്. അത് മുൻപ് +2 പഠിച്ചത് തന്നെയാണ് റിയലൈസേഷൻ അക്കൗണ്ട്. ഈ കൺസിഡറേഷൻ ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. അതുകൊണ്ട് തന്നെ ഈ സൈഡിൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞ് എഴുതണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ദെൻ കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓൺ ഓർ ലോസ് ഓൺ റിയലൈസേഷൻ. റിയലൈസേഷനിൽ എത്രയാണ് പ്രോഫിറ്റ് ലോസ് എന്ന് മനസ്സിലാക്കുക, കണ്ടുപിടിക്കുക. അടുത്തത് ചെയ്യേണ്ടത് ട്രാൻസ്ഫർ ഷെയർ ക്യാപിറ്റൽ, അക്യുമുലേറ്റഡ് റിസർവ്, സർപ്ലസസ് ആൻഡ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആൻഡ് അക്യുമുലേറ്റഡ് ലോസസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇനി നേരത്തെ പറഞ്ഞ ഫിക്റ്റീഷ്യസ് അസറ്റ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന ഈ ഫിക്റ്റീഷ്യസ് അസറ്റും മറ്റ് കാര്യങ്ങളും ഈ പറയുന്ന ലയബിലിറ്റി സൈഡ് എടുക്കാൻ സാധിക്കാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്. ട്രാൻസ്ഫർ ഷെയർ ക്യാപിറ്റൽ, അക്യുമുലേറ്റഡ് റിസർവ്സ്, സർപ്ലസസ്, ഫിക്റ്റീഷ്യസ് അസറ്റ്, ഇവയെല്ലാം അക്യുമുലേറ്റഡ് ലോസസ്, ഇവയെല്ലാം ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ ട്രാൻസ്ഫർ റിയലൈസേഷൻ പ്രോഫിറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. റിയലൈസേഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസോ ഉണ്ടെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് അത് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. റിസീവിങ് കൺസിഡറേഷൻ ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഇൻ ദ അക്വയറർ കമ്പനി. കൺസിഡറേഷൻ എത്ര ക്യാഷായിട്ട് കിട്ടുന്നു, എത്ര ഷെയർസായി കിട്ടുന്നു, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സായി കിട്ടുന്നു, അക്വയറർ കമ്പനിയിൽ നിന്നും എത്ര കിട്ടുന്നു എന്നുള്ളത് വേർതിരിച്ച് മനസ്സിലാക്കി വയ്ക്കുക. പേയ്മെൻറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അതിനുശേഷം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ പങ്ക് കൊടുക്കുക, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം അക്വയറി കമ്പനി എമംഗ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും ലഭിച്ചിട്ടുള്ള ക്യാഷ് എന്ത് ചെയ്യണം, ക്യാഷ് ആയാലും ഡിബഞ്ചേഴ്സ് ആയാലും ഷെയർസ് ആയാലും അതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടിങ് സ്റ്റെപ്സ് ദാറ്റ് വി ഹാവ് ടു ഡു ഇൻ ദ ബുക്സ് ഓഫ് അക്വയറി കമ്പനി. ദെൻ അടുത്തത് ഇതിൻ്റെ ജേർണൽ എൻട്രീസ് ആണ്. ജേർണൽ എൻട്രീസ് അക്വയറി കമ്പനിയുടെ ബുക്കിലുള്ള ജേർണൽ എൻട്രിയാണ്. വളരെ എളുപ്പത്തിൽ പഠിക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞത്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഈ പറയുന്ന ജേർണൽ എൻട്രിയും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളും വേണ്ടതുകൊണ്ട്, ലെഡ്ജർ അക്കൗണ്ട്സും ഒക്കെ വേണ്ടതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് റിയലൈസേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ആദ്യം ചെയ്യേണ്ടത് അസറ്റും ലയബിലിറ്റിയും ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് എൻട്രി കൊടുത്തിട്ടുണ്ട് അവിടെ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ. റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് അസറ്റ് എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് പണി. അതായത് റിയലൈസേഷൻ അക്കൗണ്ട് മുൻപ് +2 പഠിച്ച കാര്യങ്ങളാണ്. റിയലൈസേഷൻ അക്കൗണ്ട് ഇത് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ടു അസറ്റ്സ് റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക വിത്ത് അസറ്റ്സ്. ഈ അസറ്റ് എടുക്കേണ്ടത് ഇൻഡിവിജ്വലായിട്ട് ഓരോന്നും എഴുതണം. അതായത് അസറ്റ്സ് എന്ന് പറഞ്ഞ് മൊത്തമായിട്ട് എഴുതുകയല്ല. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അത്, മെഷീനറി ഉണ്ടെങ്കിൽ അത്, ഫർണിച്ചർ ഉണ്ടെങ്കിൽ അത്, അങ്ങനെ ഓരോന്നായിട്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതങ്ങനെ ഇൻഡിവിജ്വലായിട്ട് അറ്റ് ബുക്ക് വാല്യൂവിലാണ് എഴുതേണ്ടത്. ഇതിനടുത്തത് എഗ്രീഡ് വാല്യൂവിലല്ല, ബുക്ക് വാല്യൂവിലാണ്. അതിനടുത്തത് ഫിക്റ്റീഷ്യസ് അസറ്റ് അത് എടുക്കില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഫിക്റ്റീഷ്യസ് അസറ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രിലിമിനറി എക്സ്പെൻസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, അതുപോലെ P&L അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്, അതായത് ലോസ് ഓൺ P&L അക്കൗണ്ട്, P&L ലോസ് അല്ലെങ്കിൽ ലോസ്. ദെൻ ഷുഡ് നോട്ട് ബി ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഇവയൊന്നും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളതല്ല. നെക്സ്റ്റ്, ഇഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ബാങ്ക് ആർ നോട്ട് ടേക്കൺ ഓവർ ബൈ ദ അക്വയറർ കമ്പനി, ദീസ് ഷുഡ് നോട്ട് ബി ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. ക്യാഷ് ആയാലും ബാങ്ക് ആയാലും അക്വയറർ കമ്പനി ടേക്കൺ ഓവർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അതർ അസറ്റ്സ് ഈവൻ if they are not taken over by the acquirer company should also be transferred to realization account. മറ്റെന്തെങ്കിലും അസറ്റ് അക്വയറർ കമ്പനി എടുത്തിട്ടില്ലെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തോളണം. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, അസറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് എല്ലാ അസറ്റ്സും ഇൻഡിവിജ്വലി ബുക്ക് വാല്യൂവിലാണ് എടുക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ടത് ഫിക്റ്റീഷ്യസ് അസറ്റ് എടുക്കരുത്. അതേപോലെ ക്യാഷോ ബാങ്കോ ഉണ്ടെങ്കിൽ അവ അക്വയറർ കമ്പനി എടുത്തു എന്ന് പറഞ്ഞാൽ മാത്രമാണ് അത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. പിന്നെ മറ്റ് അസറ്റിൻ്റെ കാര്യം വല്ലതും ഉണ്ടെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും, അതായത് അക്വയറർ കമ്പനി എടുത്തോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അവയെ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. ദെൻ ഗുഡ് വിൽ, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക് ആർ ഓൾസോ ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഇത് പറയേണ്ട കാര്യമില്ല, എങ്കിലും അവർ പറഞ്ഞിരിക്കുകയാണ് ഗുഡ് വില്ലും പേറ്റൻറ്റും ട്രേഡ് മാർക്കും അതെല്ലാം അസറ്റ് സൈഡ് ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്.
ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലയബിലിറ്റീസിനെ ട്രാൻസ്ഫർ ചെയ്യുക റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് എന്നാണ്. അതായത് ബൈ ലയബിലിറ്റീസ് എന്നാണ് അവിടെ വരിക. അതായത് ക്രെഡിറ്റ് ചെയ്യുക, ലയബിലിറ്റീസിനെ ക്രെഡിറ്റ് ചെയ്യുക. ബൈ ലയബിലിറ്റി അതും ഇതേപോലെ ഇൻഡിവിജ്വലി ക്രെഡിറ്റേഴ്സ്, ബിൽ പേയബിൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം താഴേക്ക് ലയബിലിറ്റി ആയിട്ട് എഴുതേണ്ടതാണ്. ഔട്ട്സ്റ്റാൻഡിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം. അപ്പോൾ ലയബിലിറ്റീസ്, ഇഫ് എനി ലയബിലിറ്റി ഈസ് നോട്ട് ടേക്കൺ ഓവർ ബൈ ദ അക്വയറർ കമ്പനി ദാറ്റ് ഷുഡ് നോട്ട് ബി ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഏതെങ്കിലും ലയബിലിറ്റീസ് അക്വയറർ കമ്പനി അക്വയർ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരിക്കലും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യരുത്. ബട്ട് എനി പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ പേയ്മെൻറ്റ് ഓഫ് സച്ച് ലയബിലിറ്റി ഈസ് ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. പക്ഷേ ഏതെങ്കിലും ലയബിലിറ്റി പേ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ അത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. Consideration for business combination means the aggregate of shares and other securities issued and payment made in the form of cash by the acquirer company to the shareholders of the acquiring company. Hence, the outside liabilities including debentures shall be assumed to have been taken over and then discharged by the acquirer company. As such, debentures and other outside liabilities may be transferred to realization account. അതായത് കൺസിഡറേഷൻ ഫോർ ബിസിനസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് മൊത്തം ബിസിനസ് കോമ്പിനേഷൻ ചെയ്യുന്നതിൻ്റെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് മൊത്തം ഏതൊക്കെ ചേർന്നതായിരിക്കും? ഷെയർസും അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതും അതേപോലെ ക്യാഷായിട്ട് എന്തെങ്കിലും അക്വയറർ കമ്പനി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചേർന്നതാണ്. അക്വയറി കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഈ ഷെയർ മറ്റെന്തെങ്കിലും സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ദെൻ ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, ഇതെല്ലാം ചേർന്നതാണ് എന്ത്? അക്വയറി കമ്പനിക്ക് കിട്ടുന്ന പർച്ചേസ് കൺസിഡറേഷൻ എന്നുള്ളത്. ഹെൻസ് ദ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഇൻക്ലൂഡിംഗ് ഡിബഞ്ചേഴ്സ് ഷാൽ ബി അസ്യൂംഡ് ടു ഹാവ് ബീൻ ടേക്കൺ ഓവർ ആൻഡ് ദെൻ ഡിസ്ചാർജ്ഡ് ബൈ ദ അക്വയറർ കമ്പനി. അതായത് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ആയിട്ടുള്ള ഡിബഞ്ചേഴ്സ് ഉൾപ്പെടെ എന്ത് ചെയ്യാറുണ്ട്? അക്വയറർ കമ്പനി ഏറ്റെടുക്കാറുണ്ട്. അതിനുശേഷം അത് ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് അവർ തന്നെ അത് ലയബിലിറ്റി പേ ഓഫ് ചെയ്യുകയാണ് ചെയ്യുക. ആസ് സച്ച് ഡിബഞ്ചേഴ്സ് ആൻഡ് അതർ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് മേ ബി ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ ഡിബഞ്ചേഴ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ദെൻ items in the nature of provisions like provision for bad debt, provision for depreciation, provision for tax, employees provident fund, pension fund, etc. are to be transferred to realization account. ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ പ്രൊവിഷൻസ് എല്ലാം റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതെല്ലാം ലയബിലിറ്റീസ് ആണ്. ഓക്കെ, ആ ലയബിലിറ്റീസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. then items in the nature of reserves like statement of profit and loss, credit balance, general reserve, then dividend equalization fund, debenture redemption fund should not be transferred to realization account. അടുത്ത് പറയുന്ന റിസർവ് ആയിട്ടുള്ള പി ആൻഡ് എൽ, ക്രെഡിറ്റ് ബാലൻസ്, ഇതെല്ലാം ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് കാണിക്കുന്ന കാര്യങ്ങളാണ്. പി ആൻഡ് എൽ, ക്രെഡിറ്റ് ബാലൻസ്, അതായത് പ്രോഫിറ്റ്, ജനറൽ റിസർവ്, then dividend equalization fund, debenture redemption fund should not be transferred to realization account. ഇവയൊന്നും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യരുത്. These are to be transferred to sundry shareholders account. ഇതെല്ലാം സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ഈ റിസർവ്സ് ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ദെൻ അടുത്തത് എനി ഫണ്ട് വിച്ച് ഡിനോട്ട്സ് ബോത്ത് ലയബിലിറ്റി ആൻഡ് റിസർവ്. both liability and reserve. Example, workman compensation fund or portion of the liability should be transferred to realization account. അതായത് ലയബിലിറ്റി ആയിട്ടും റിസർവ് ആയിട്ടും കരുതപ്പെടുന്ന ചില ഫണ്ടുകളുണ്ടാവും, വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് പോലെയുള്ളവ. ഇവയെ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക്, ഇതിൻ്റെ ലയബിലിറ്റി പോർഷൻ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ലയബിലിറ്റി പോർഷൻ ആൻഡ് ദ പോർഷൻ ഓഫ് അക്കുമുലേറ്റഡ് പ്രോഫിറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇനി ഇതേ ഫണ്ടിൻ്റെ അക്കുമുലേറ്റഡ് പ്രോഫിറ്റ് പോർഷൻ നമുക്ക് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്കാണ്. അതായത് ഏതെങ്കിലും ഫണ്ട് ലയബിലിറ്റി ആയിട്ടും റിസർവ് ആയിട്ടും കരുതുന്നുണ്ടെങ്കിൽ അതിലെ ലയബിലിറ്റി പോർഷൻ, ആ ഒരു ഫണ്ടിൻ്റെ ലയബിലിറ്റി പോർഷൻ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. then accumulated profit portion of that fund can be transferred to sundry shareholders account. The next step, for consideration due from the acquirer company. acquirer കമ്പനിയിൽ നിന്നും കൺസിഡറേഷൻ ഡ്യൂ ആവുന്നതിനുള്ള എൻട്രിയാണ് അടുത്തത്.
അക്വയറർ കമ്പനി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് അക്വയറർ കമ്പനി എന്ന് പറഞ്ഞാൽ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആയ എൻട്രി കാണിക്കണം. അപ്പോൾ ഡ്യൂ ആയ എൻട്രി കാണിച്ചു, അതിനുശേഷം കൺസിഡറേഷൻ റിസീവ് ചെയ്യുന്ന എൻട്രി കാണിക്കുന്ന സമയത്ത് അക്വയറർ കമ്പനിയിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ഇക്വിറ്റി ഷെയർസ് ഇൻ ദ അക്വയറർ കമ്പനിയിൽ എത്ര ഷെയർസ് കൊടുത്തു, ഇനി പ്രിഫറൻസ് ഷെയറിൽ എത്ര ഷെയർസ് കൊടുത്തു, ഡിബഞ്ചേഴ്സായിട്ട് എത്ര എമൗണ്ട് കൊടുത്തു, ദെൻ ക്യാഷ് ആയിട്ട് എത്ര എമൗണ്ട് കൊടുത്തു. അപ്പോൾ ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ക്യാഷ്, അങ്ങനെ കൺസിഡറേഷൻ ഇത് എല്ലാം ഒന്നും വേണമെന്നില്ല. പർച്ചേസ് കൺസിഡറേഷനിൽ ചിലപ്പോൾ മൊത്തം ഷെയർസ് ആയിട്ടായിരിക്കും കൊടുക്കുക, പാതി ക്യാഷ് ആയിട്ടായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സും പ്രിഫറൻസ് ഷെയർസും ആയിരിക്കും. അങ്ങനെ പല ഇക്വിറ്റി കോമ്പിനേഷനിലായിരിക്കും അത് കൊടുക്കുക. അപ്പോൾ കൺസിഡറേഷൻ റിസീവ് ചെയ്യുമ്പോഴുള്ള എൻട്രിയാണ് ഇത്. Then for the sale of asset not taken over by the acquirer company. For the sale of asset not taken over by the acquirer company. Sale of asset അക്വയറർ കമ്പനി ടേക്കൺ ഓവർ ചെയ്തിട്ടില്ലേ, അതായത് ഫോർ ദ സെയിൽ ഓഫ് അസറ്റ് നോട്ട് ടേക്കൺ ഓവർ ബൈ ദ അക്വയറർ കമ്പനി ഏറ്റെടുക്കാത്ത അല്ലെങ്കിൽ അക്വയർ ചെയ്യാത്ത അസറ്റുകൾ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെയിൽ പ്രൊസീഡ്സ് കാണിക്കുന്നത് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു റിയലൈസേഷൻ എന്നുള്ളതിലാണ്. അപ്പോൾ സിൻസ് ഓൾ അസറ്റ്സ് ആർ ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട്, പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ നീഡ് ടു ബി ടേക്കൺ ഇൻ ദ റിയലൈസേഷൻ അക്കൗണ്ട്, ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഗെറ്റ്സ് അഡ്ജസ്റ്റഡ് ഇൻ റിയലൈസേഷൻ അക്കൗണ്ട്. ഇനി എല്ലാ അസറ്റും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓൺ സെയിൽ, അതായത് സെയിലിലുള്ള പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി റിയലൈസേഷൻ അക്കൗണ്ടിൽ അഡ്ജസ്റ്റഡ് ആയി പോകുന്നതാണ്. അതായത് എല്ലാ അസറ്റും ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യാത്ത സെയിൽ ചെയ്യുന്ന അസറ്റ് ഉണ്ടെങ്കിൽ അത് റിയലൈസേഷൻ അക്കൗണ്ടിൽ ഇത്തരത്തിൽ ക്രെഡിറ്റ് ചെയ്ത് ക്യാഷ് ഓർ ബാങ്ക് എന്ന് ക്രെഡിറ്റ് ചെയ്ത് ചെയ്യേണ്ടതാണ്. അതിനടുത്ത് ഫോർ ഡിസ്ചാർജിങ് ലയബിലിറ്റീസ് നോട്ട് ടേക്കൺ ഓവർ ബൈ ദ അക്വയറർ കമ്പനി. ലയബിലിറ്റീസ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത്, അത് അക്വയറർ കമ്പനി ഏറ്റെടുക്കാത്ത ലയബിലിറ്റീസ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ലയബിലിറ്റി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക്, അസറ്റ് ചെയ്തതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. then അടുത്തത് ലിക്വിഡേഷൻ എക്സ്പെൻസസ് വല്ലതും ഉണ്ടെങ്കിൽ ലിക്വിഡേഷൻ എക്സ്പെൻസസ് അക്വയറി കമ്പനിയും മീറ്റ് ചെയ്യാം, അക്വയറർ കമ്പനിയും മീറ്റ് ചെയ്യാം. അക്വയറർ കമ്പനിയാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് പർച്ചേസിങ് കമ്പനി ഓർ ഹോൾഡിംഗ് കമ്പനിയാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ ഒന്നും ചെയ്യാനില്ല, എൻട്രി ഒന്നുമില്ല. പക്ഷേ അക്വയറി കമ്പനി ആണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് എന്നാണ് എഴുതേണ്ടത്. അതായത് അക്വയറി കമ്പനിയുടെ കയ്യിൽ നിന്നുമാണ് ക്യാഷ് പോയിരിക്കുന്നത്. ഇത് ഇൻ ദ ബുക്സ് ഓഫ് അക്വയറി കമ്പനിയാണ് ഈ എൻട്രീസ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അക്വയറി കമ്പനിയുടെ കയ്യിൽ നിന്നും ക്യാഷ് പോയതുപോലെ ലിക്വിഡേഷൻ എക്സ്പെൻസസ് അക്വയറി കമ്പനി മീറ്റ് ചെയ്യുന്ന സമയത്ത് റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് ചെയ്യാവുന്നതാണ്. then അടുത്തത് ഒബ്റ്റെയിൻ ദ ബാലൻസ് ഓഫ് ദ റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ബാലൻസ് മേ ബി ഐദർ പ്രോഫിറ്റ് ഓർ ലോസ്. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ പ്രോഫിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ലോസ് ആയിരിക്കാം. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ലോസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ലോസ് ഓൺ റിയലൈസേഷൻ ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു റിയലൈസേഷനിൽ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ റിയലൈസേഷൻ അക്കൗണ്ടിനെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ദെൻ പ്രോഫിറ്റ് ആണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും വേണം റിയലൈസേഷൻ അക്കൗണ്ടിന്. ഓക്കെ, ഇത് പഠിച്ചു വയ്ക്കുക. റിയലൈസേഷൻ അക്കൗണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടും എങ്ങനെയാണ് അതിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന്. അതിനടുത്ത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ബൈ ട്രാൻസ്ഫറിങ് ഫോർ ക്ലോസിംഗ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ബൈ ട്രാൻസ്ഫറിങ് ഇറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ക്ലോസ് ചെയ്യുന്നത് ആ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടാണ്. അപ്പോൾ ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, അവർക്ക് തന്നെ അതിൻ്റെ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്ന എൻട്രിയാണിത്. ദെൻ ഇനി അത് ആ സമയത്തുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിയലൈസേഷൻ മസ്റ്റ് ബി അസർട്ടൈൻഡ് ഓൺലി ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ പേയ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ റിയലൈസേഷൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള കാര്യം അസർട്ടൈൻ ചെയ്യുന്നത് ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്
പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും റിയലൈസേഷൻ അക്കൗണ്ട് പ്രോഫിറ്റ് ഓർ ലോസ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഇഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആർ പെയ്ഡ് ലെസ് ദാൻ ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, ദ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. അതായത് ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് തന്നിട്ടുള്ള ആ ക്യാപിറ്റൽ, എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനേക്കാളും കുറച്ച് എമൗണ്ടാണ് അവർക്ക് കൊടുത്തതെങ്കിൽ ആ ഡിസ്കൗണ്ടിനെ റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ ഡെബിറ്റഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി പെയ്ഡ് എക്സസ് എമൗണ്ട് ആണെങ്കിൽ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എക്സസ് എമൗണ്ട് ആണെങ്കിൽ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതൽ എമൗണ്ടാണ് അവർക്ക് ലിക്വിഡേഷൻ സമയത്ത് പേ ചെയ്യുന്നതെങ്കിൽ ആ എക്സസ് എമൗണ്ടിനെ പ്രീമിയം എന്ന് പറഞ്ഞ് അത് റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും വേണം. ദെൻ നെക്സ്റ്റ് എൻട്രി ഫോർ പേയിങ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബാധ്യത തീർക്കുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർസ് ഇൻ അക്വയറർ കമ്പനി ടു ബാങ്ക് ടു ഡിബഞ്ചേഴ്സ് എന്ന രീതിയിലാണ്. അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ അവർക്ക് കൊടുക്കുന്നത് പ്രിഫറൻസ് ഷെയർസ് ആയിട്ട് കൊടുക്കാം, ക്യാഷ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ആയിട്ട് കൊടുക്കാം. ഒരിക്കലും അവർക്ക് എന്ത് കൊടുക്കില്ല, പിന്നെ ഇക്വിറ്റി കൊടുക്കേണ്ട ഒരു കാര്യം അവിടെ ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയായിരിക്കും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി പേ ചെയ്യുക. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇക്വിറ്റി ക്യാപിറ്റൽ, അതേപോലെ റിസർവ്സ്, സർപ്ലസ്, ഇതെല്ലാം സൺട്രി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ആ സ്റ്റെപ്സിൽ പറഞ്ഞിരുന്നു. ഈ ഒരു സ്റ്റെപ്പാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സൺട്രി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്രെഡിറ്റ് സൈഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റിസർവുകൾ, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം, ഇത് മുഴുവൻ സൺട്രി ഷെയർ ഹോൾഡേഴ്സിന് ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ ഫോർ ട്രാൻസ്ഫറിങ് അക്യുമുലേറ്റഡ് ലോസസ് ആൻഡ് എക്സ്പെൻസസ്, അതും ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞതാണ്. ലോസ്, പ്രോഫിറ്റ്, റിസീവിങ് കൺസിഡറേഷൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലോസ്, അക്യുമുലേറ്റഡ് ലോസസും ഫിക്റ്റീഷ്യസ് അസറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നോക്കൂ, അക്യുമുലേറ്റഡ് ലോസസ് ആൻഡ് എക്സ്പെൻസസ് റിട്ടേൺ ഓഫ്. അതെങ്ങനെ റിട്ടേൺ ഓഫ് ചെയ്യുക എന്ന് വെച്ചാൽ, ഫോർ ട്രാൻസ്ഫറിങ് അക്യുമുലേറ്റഡ് ലോസസ് ആൻഡ് എക്സ്പെൻസസ് നോട്ട് റിട്ടേൺ ഓഫ്. അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു P&L അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്, അത് ലോസാണ് ഉദ്ദേശിക്കുന്നത്, അറിയാമെന്ന് വിചാരിക്കുന്നു. പ്രിലിമിനറി എക്സ്പെൻസ്, അതുപോലെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യേണ്ടതാണ്. ഇതെല്ലാം പ്രോഫിറ്റ് തരത്തിലുള്ള വരുന്ന, അല്ലെങ്കിൽ ലയബിലിറ്റി തരത്തിൽ വരുന്ന, അല്ലെങ്കിൽ റിസർവിൻ്റെ തരത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഇവയെല്ലാം ക്രെഡിറ്റ് ചെയ്യണം. ഈ പറയുന്ന ലോസ് കാര്യങ്ങൾ ഡെബിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അടുത്ത ഫോർ ഫൈനൽ പേയ്മെൻറ്റ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലിക്വിഡേഷൻ സമയത്ത് ഫൈനലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റിൻ്റെ എൻട്രി എഴുതണം. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർസ് ഇൻ ദ ട്രാൻസ്ഫറി കമ്പനി. ദെൻ ഇക്വിറ്റി ഷെയർസ് എത്രയാണ് ട്രാൻസ്ഫറി കമ്പനിയിൽ കിട്ടുന്നത്, ആൻഡ് ടു ബാങ്ക് അക്കൗണ്ട് എത്രയാണ് ഷെയറായി കിട്ടുന്നത്, എത്രയാണ് ബാങ്ക് ഓർ ക്യാഷ് ആയിട്ട് കിട്ടുന്നത് എന്നുള്ള അതിനുള്ള എൻട്രി എഴുതുക. ഇറ്റ് ഈസ് ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹു എൻജോയ് ദ ഫൈനൽ പ്രോഫിറ്റ് ഓർ ബിയർ ഫൈനൽ ലോസ്. അപ്പോൾ ഇക്വിറ്റി നമുക്കറിയാം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് ഫൈനൽ പ്രോഫിറ്റോ അല്ലെങ്കിൽ ഫൈനൽ ലോസ് ആണെങ്കിൽ അവർക്കാണത് ബെയർ ചെയ്യേണ്ട ആവശ്യം വരിക. അടുത്തത് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് ഇൻ ദ ബുക്സ് ഓഫ് അക്വയറർ കമ്പനിയാണ്. അക്വയറർ കമ്പനി വാങ്ങുന്ന കമ്പനിയുടെ അല്ലെങ്കിൽ പർച്ചേസിങ് കമ്പനിയുടെ കയ്യിൽ വരുന്ന ആ ഒരു എൻട്രിയാണ് വരുന്നത്. ഫോർ കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന സമയത്ത് ബിസിനസ് പർച്ചേസ് ആലോചിക്കുക. അക്വയറർ കമ്പനിയുടെ ബുക്കിൽ ബിസിനസ് പർച്ചേസ് എന്നാണ് അതിനെ എഴുതാറുള്ളത്. ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലിക്വിഡേറ്റർ ഓഫ് അക്വയറി കമ്പനി. അക്വയറി കമ്പനിയെ ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട് ഒരു ലിക്വിഡേറ്റർ ഉണ്ടാവും, അവർക്ക് കൊടുക്കുന്നത് പോലെയാണ് അത് എഴുതേണ്ടത്. അപ്പോൾ ലിക്വിഡേറ്റർ ഓഫ് അക്വയറി കമ്പനി. ദെൻ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് മൊത്തം നമ്മൾ എടുക്കുന്ന സമയത്ത് എക്സ്ക്ലൂഡിങ് വാല്യൂ ഓഫ് ഗുഡ്വിൽ ഒഴിച്ച് മറ്റെല്ലാ ലയബിലിറ്റീസും അതേപോലെ അസറ്റ്സും അക്വയറർ എടുക്കുന്ന സമയത്ത് അതിനുള്ള എൻട്രി. അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ എത്ര വാല്യൂവിനാണോ എഗ്രി ചെയ്തിട്ടുള്ളത് ആ എമൗണ്ട്. ദെൻ ലയബിലിറ്റീസ് എത്ര വാല്യൂവിനാണോ എഗ്രി ചെയ്തിട്ടുള്ളത്, അവിടെ നമ്മൾ ബുക്ക് വാല്യൂ ആണ് എടുത്തത്. അക്വയറർ കമ്പനിയുടെ കേസിൽ എഗ്രീഡ് വാല്യൂ ഓർ ഫെയർ വാല്യൂ ആണ് എടുക്കുന്നത്. ദെൻ ടു ബിസിനസ് കൺസിഡറേഷൻ, ബിസിനസ് പർച്ചേസ് അത് കൺസിഡറേഷൻ എമൗണ്ടും ആണ്. ദെൻ
The difference between debits and credits is adjusted in the reserves of the acquirer company. ഇവ തമ്മിലുള്ള ഡിഫറൻസ്, ഡെബിറ്റും ക്രെഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അക്വയറർ കമ്പനിയുടെ റിസർവിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. If the total creditors exceeds the total debits, such an excess is considered as the value of goodwill and hence debited to goodwill. അതായത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുന്ന സമയത്ത് ടോട്ടൽ ക്രെഡിറ്റ് ആണ് കൂടുതൽ നിൽക്കുന്നതെങ്കിൽ, ടോട്ടൽ ക്രെഡിറ്റ് എക്സീഡ്സ് ആണെങ്കിൽ, ടോട്ടൽ ക്രെഡിറ്റ് ഉള്ള എമൗണ്ട് ആണ് എക്സീഡ്സ് എങ്കിൽ, ഡെബിറ്റിനേക്കാളും എക്സസ് നിൽക്കുന്നതെങ്കിൽ അത് ഗുഡ് വിൽ ആയിട്ടാണ് കണക്കാക്കേണ്ടത്. ദെൻ ടോട്ടൽ ഡെബിറ്റ് ആണ് എക്സീഡ് ചെയ്യുന്നതെങ്കിൽ സച്ച് എക്സസ് ഇസ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഓൺ അക്വിസിഷൻ ഓഫ് ബിസിനസ് അക്വയർ ചെയ്യുന്ന സമയത്തുള്ള ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അത് ക്യാപിറ്റൽ റിസർവിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഡെബിറ്റും ക്രെഡിറ്റും നോക്കിയിട്ട് വേണം, ഇതിൻ്റെ എക്സസ് എമൗണ്ട് എവിടേക്കാണ് പോകണമെന്ന് നോക്കിയിട്ട് വേണം ഗുഡ് വില്ലാണോ ക്യാപിറ്റൽ റിസർവ് ആണോ എന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ. ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് 2 എൻട്രീസ് ഗിവൺ എബവ്, 1 കമ്പൈൻഡ് എൻട്രി ക്യാൻ ബി പാസ്ഡ് ആസ് ഫോളോസ്. അതായത് ഈ 2 എൻട്രീസ് എഴുതുന്നതിന് പകരമായിട്ട് വേണമെങ്കിൽ ഒരു എൻട്രി എഴുതാവുന്നതാണ്. അതാണ് ഈ പറയുന്ന ഒരു എൻട്രി. അതായത് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ലയബിലിറ്റീസ്, അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ലയബിലിറ്റീസ് ടു ലിക്വിഡേറ്റേഴ്സ് ഓഫ് അക്വയറി കമ്പനി. അപ്പോൾ ഈ സമയത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് അഡ്ജസ്റ്റഡ് ഇൻ ദ റിസർവ് ഓഫ് ദ അക്വയറർ കമ്പനി. അക്വയറർ കമ്പനിയും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തമ്മിലുള്ള ഡിഫറൻസ് റിസർവായിട്ട് അക്വയറർ കമ്പനിയുടെ റിസർവായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അതിനടുത്ത് കൺസിഡറേഷൻ പേ ചെയ്യുമ്പോഴുള്ള എൻട്രിയാണ് ലിക്വിഡേറ്റർ ഓഫ് അക്വയറി കമ്പനി. അക്വയറി കമ്പനിയുടെ ലിക്വിഡേറ്റർക്ക് കൊടുക്കുന്ന പോലെയാണ് എൻട്രി. അവർക്ക് കിട്ടുന്നു, സോ ഡെബിറ്റ് ചെയ്യുന്നു. ടു ഷെയർ ക്യാപിറ്റൽ ടു ക്യാഷ് ഷെയറായിട്ട് എത്ര എമൗണ്ട് കൊടുത്തു, ക്യാഷായിട്ട് എത്ര എമൗണ്ട് കൊടുത്തു. ഈ ക്യാഷായി കൊടുക്കുന്നത് ഫ്രാക്ഷൻസിനാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. If shares are issued at premium, share capital account should be credited with a nominal value and security premium should be credited with a premium. അതായത് ഈ ഷെയർസ് കൊടുക്കുന്നത് പ്രീമിയത്തിലാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് എത്രയാണോ ഷെയർ ക്യാപിറ്റലായിട്ട് നോമിനൽ വാല്യൂ, ഫേസ് വാല്യൂ എത്രയാണോ കൊടുത്തിട്ടുള്ളത് അതും, എക്സസ് ആയിട്ടുള്ള സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലും ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. ദെൻ ഇഫ് ദേ ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ടിലാണ് ഈ ഒരു ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ് വിത്ത് നോമിനൽ വാല്യൂ കൊണ്ട് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഡെബിറ്റ് ചെയ്യുകയും വേണം. അതിന് പ്രത്യേകിച്ച് പ്രീമിയം ആണെങ്കിൽ മാത്രമേ നമുക്ക് പ്രീമിയം അക്കൗണ്ട് ഉണ്ടാവുള്ളൂ, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഉണ്ടാവുള്ളൂ. പക്ഷേ ഡിസ്കൗണ്ട് ആവുന്ന സമയത്ത് നോമിനൽ വാല്യൂ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റ് ചെയ്യണം ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ. ഓക്കെ. ദെൻ ഫോർത്ത് എൻട്രി എന്ന് പറയുന്നത് ഫോർ പേയ്മെൻറ്റ് ഓഫ് ലിക്വിഡേഷൻ എക്സ്പെൻസസ് ഓഫ് അക്വയറർ കമ്പനിക്കും ഈ പറയുന്ന ലിക്വിഡേഷൻ എക്സ്പെൻസസ് ബോൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇഫ് പെയ്ഡ് ഓർ ബോൺ ബൈ അക്വയറി കമ്പനി, ഈ ലിക്വിഡേഷൻ എക്സ്പെൻസ് അക്വയറി കമ്പനിയാണ് ഏറ്റെടുത്തതെങ്കിൽ ഇഫ് ദ അക്വയറർ ബെയേഴ്സ് the expenses of liquidation of the acquiring company, the cost of business purchased increased with the amount of such expense. Acquirer കമ്പനിയാണ് ലിക്വിഡേഷൻ എക്സ്പെൻസസ് അല്ലെങ്കിൽ അക്വയറി കമ്പനിയുടെ ലിക്വിഡേഷൻ എക്സ്പെൻസസ് ബെയർ ചെയ്തതെങ്കിൽ ഇവർ കൊടുക്കുന്ന ബിസിനസ് പർച്ചേസിനുള്ള ആ ഒരു കൺസിഡറേഷനിൽ ആ എമൗണ്ട് എക്സസ് ആയിട്ട് കാണുന്നതായിരിക്കും. ഇപ്പോൾ ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു, അതായത് നമ്മൾ നേരത്തെ പഠിച്ച ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് ഏതാണ്, ഹോൾഡിംഗ് കമ്പനിയുടെയൊക്കെ കാൽക്കുലേഷനിൽ പഠിച്ചുല്ലോ. ഇവർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഗുഡ് വില്ലാണോ കിട്ടിയത് അതോ ക്യാപിറ്റൽ റിസർവ് ആണോ, ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് ആണോ എന്നുള്ളത്. അപ്പോൾ അത് പുതിയ കാര്യമാണ്, അതായത് ഇപ്പോൾ പഠിച്ച കാര്യമാണ്. ഇതുവരെ ഉള്ളത് നമ്മൾ മുൻപേ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് ആണോ എന്ന് നോക്കിയിട്ട് അത് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് എന്നുള്ളതാണ് അടുത്ത എൻട്രി. ദെൻ ലാസ്റ്റ് എൻട്രി വന്നിട്ട് ഫോർ പേയ്മെൻറ്റ് ടു ഫോർമേഷൻ എക്സ്പെൻസ്. പുതിയൊരു കമ്പനി ഫോം ചെയ്യാനുള്ള ആ ഫോർമേഷൻ എക്സ്പെൻസസ് പ്രിലിമിനറി എക്സ്പെൻസസ് ആണ്. ആ പ്രിലിമിനറി എക്സ്പെൻസസ് ചിലവാകും. അതുകൊണ്ട് തന്നെ പ്രിലിമിനറി എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ, ടു ക്യാഷ് അക്കൗണ്ട് എന്നുള്ളതാണ് ലാസ്റ്റ് എൻട്രി. അപ്പോൾ ഇത്രയുമാണ് അക്വയറർ കമ്പനിയുടെയും അക്വയറി കമ്പനിയുടെയും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വേണ്ടത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിബഞ്ചേഴ്സ് നോക്കിയതിന് ശേഷം ഈ പറയുന്ന ഒരു ഇല്ലുസ്ട്രേഷൻ ചെയ്തു നോക്കാം. ഇത് ചെറിയ ക്ലാസ്സിൽ പഠിച്ച അല്ലെങ്കിൽ
+1 +2 പഠിച്ച ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെ കാര്യം തന്നെയാണ്. ഡിഗ്രിക്കും പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് അത് പഠിക്കാൻ തുടങ്ങാം.